അപ്പോൾ ശ്രദ്ധിച്ചോടാ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഷുവർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടല്ലോ. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ്, ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻ. ഒരു 4 ക്വസ്റ്റ്യനാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു 3 ക്വസ്റ്റ്യൻസ് ഒരേ രീതികൾ തന്നെയാണ് ചെയ്തു പോകേണ്ടത്, പിന്നെ ഒരെണ്ണം സെപ്പറേറ്റും, അങ്ങനെയാണ്. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എവിടെയെങ്കിലും ഓറെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് യൂണിയൻ എന്നാണ്. എവിടെയെങ്കിലും ആൻഡ് എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇൻ്റർസെക്ഷനാണ്. മറന്നു പോവുമോ? ഇല്ല. ഇനി എന്താണ്? നോട്ട് എ, ഒരു നോട്ട് ഉപയോഗിച്ച് കണ്ടു കഴിഞ്ഞാൽ, നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെൻ്റ് ആണ്. അപ്പോൾ നോട്ട് ബിയോ? നോട്ട് ബി എന്തായിരിക്കും? ശ്രദ്ധിച്ചേ, നോട്ട് ബി എന്തായിരിക്കും? ബി കോംപ്ലിമെൻ്റ്. കേട്ടല്ലോ. ഇത് 3ഉം നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഇതുപോലെ തന്നെ ഡീമോർഗൻസ് ലോ ഉണ്ട്. 2 ഡീമോർഗൻസ് ലോ ഉണ്ട്. ഇതായിരുന്നു അത് നോക്കിയേ, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു, എയുടെയും ബിയുടെയും കോംപ്ലിമെന്റ്, എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ് എടുക്കാൻ വേണ്ടി ഈ കോംപ്ലിമെന്റ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ എ കോംപ്ലിമെന്റ് ഈ യൂണിയൻ തിരിഞ്ഞ് ഇന്റർസെക്ഷൻ ആവും, 2 പേർക്കും കോംപ്ലിമെന്റ് വരും. നോക്കിയേ, ഈ കോംപ്ലിമെന്റ് എയ്ക്കും കൊടുത്തു, ബിക്കും കൊടുത്തു, യൂണിയൻ തിരിഞ്ഞ് ഇന്റർസെക്ഷൻ ആവും. അതുപോലെ തന്നെ തിരിച്ചും നോക്കിയേ, എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു, ഈ കോംപ്ലിമെന്റ് അകത്തേക്ക് കൊടുക്കുമ്പോൾ എ കോംപ്ലിമെന്റ് ബി കോംപ്ലിമെന്റ്, അതുപോലെ തന്നെ ഈ ഇന്റർസെക്ഷൻ തിരിഞ്ഞെന്താവൂടാ യൂണിയൻ ആവും. ഇതാണ് രണ്ടാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇതറിയാലോടാ, എളുപ്പമല്ലേ? നമ്മൾ +1 പഠിച്ച കാര്യം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കേണ്ട അടുത്ത സാധനമാണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് നോക്കിയേ, പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതും നിങ്ങൾക്കറിയാവുന്ന ഇക്വേഷൻ അല്ലേ? ക്ലിയർ അല്ലേ? 3 എണ്ണം. എന്താണ്? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്ന ഇക്വേഷൻ. വളരെ സിമ്പിൾ, കേട്ടല്ലോ. ഇനിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇക്വേഷൻസ് വരുന്നത്. ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ഇവൻസ്. എന്താടാ? ഒന്ന് ഇൻഡിപെൻഡൻറ്റ് ഇവൻസ്. 2 ഇവൻറ്റുകൾ ശ്രദ്ധിച്ചോ, 2 ഇവൻറ്റുകൾ എയും ഉണ്ട് ബിയും ഉണ്ട്. ഇത് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളണം, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാൻ പി ഓഫ് എയും പി ഓഫ് ബിയും കൂടി എന്ത് ചെയ്താൽ മതി? ഗുണിച്ചാൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു ഇക്വേഷൻ. 2 ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് അത് 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമായിരിക്കും. ഇപ്പോൾ നോക്കിയേ, പി ഓഫ് ഇയും സിയും അല്ലെങ്കിൽ ഇയും എഫും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ പി ഓഫ് ഇ യൂണിയൻ എഫ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എന്ന് പറയാം. കേട്ടല്ലോ. ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ 2ഉം കൂടി ഇൻറ്റു ചെയ്യുന്നത് തന്നെയായിരിക്കും ഇന്റർസെക്ഷൻ. അടുത്തത് ലാസ്റ്റ് സാധനം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇത് ഈ ഗിവൺ വെച്ച് വരുന്ന ഇക്വേഷൻ നോക്കിയോ, പി ഓഫ് എ ഗിവൺ ബി. നോക്കിയേ, പി ഓഫ് എ ഗിവൺ ബി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്, ഈ 2 ഇക്വേഷൻ്റെ എയും ബിയും ആണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ 2ൻ്റെയും ഇന്റർസെക്ഷൻ എടുത്ത് മുകളിൽ എഴുതുക, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ താഴെ എന്താണോ വന്നിട്ടുള്ളത് അതിൻ്റെ പ്രോബബിലിറ്റി താഴെ എഴുതുക. ഇത്ര ഉള്ളടാ. എളുപ്പമല്ലേ? നോക്കിയേ, ഈ 2 ഇക്വേഷനും നിങ്ങൾ മറന്നു കളയരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, എ ഗിവൺ ബി, ഇത് വേറെ ഏത് ചോദിച്ചാലും എഴുതാം. പി ഓഫ് എം ഗിവൺ എൻ എങ്ങനെ ചെയ്യും പറഞ്ഞേ? പി ഓഫ് 2ൻ്റെയും ഇന്റർസെക്ഷൻ എം ഇന്റർസെക്ഷൻ എൻ ഡിവൈഡഡ് ബൈ താഴെ എന്താണോ വന്നത് അത് താഴെ കൊടുക്കുക. കേട്ടല്ലോ. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും ഇക്വേഷൻസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ക്വസ്റ്റ്യൻസ് വളരെ പുല്ലുപോലെ ചെയ്യാം. തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇഫ് ഇ ആൻഡ് എഫ് ആർ 2 ഇവൻറ്റ്സ് വിത്ത് പി ഓഫ് ഇ ഈക്വൽ ടു 3/5, പി ഓഫ് എഫ് ഈക്വൽ ടു 1/3, പി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ് ഈക്വൽ ടു 1/5, ആർ ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻറ്റ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ, ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്.
ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇയും എഫും ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്കറിയാം എന്താണ് പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എടുക്കുന്നത് പി ഓഫ് ഇയും പി ഓഫ് എഫും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ അവരവിടെ തന്നിട്ടുണ്ട്. പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എത്രയാണ്? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് എത്രയാടാ? 1/5. ഇനി ഇതും പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫും ഈക്വൽ ആയിരിക്കണം. അടുത്ത നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് കണ്ടുപിടിക്കാം. പറ, പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ് എത്രയാണ്? പി ഓഫ് ഇ എത്രയാടാ? 3/5 ഇൻറ്റു പി ഓഫ് എഫ് എത്രയാടാ? 1/3. അപ്പോൾ ആൻസർ എത്ര വരും? 3 × 1 3 ആണ്, ബൈ 5 × 3 15 ആണ്. 3/15 എത്രയാടാ? രണ്ടും കട്ട് ചെയ്യുമ്പോൾ ആൻസർ എത്ര വരും? 1/5 എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ? അപ്പോൾ എന്ത് എഴുതാം നമുക്ക്? പി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ് ഈക്വൽ ടു പി ഓഫ് ഇ ഇൻറ്റു പി ഓഫ് എഫ്. ദെയർഫോർ ഇ ആൻഡ് എഫ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇത്ര ഉള്ളടാ, എളുപ്പമല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷനും അതിൻ്റെ മൾട്ടിപ്പിൾ ചെയ്യുന്നതും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പക്കായല്ലേ? ക്ലിയർ അല്ലേ? രണ്ടാമത്തേലേക്ക് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്ക്, എ ആൻഡ് ബി ആർ 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റ്സ്. എയും ബിയും 2 ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളാണ്. പി ഓഫ് എ തന്നിട്ടുണ്ട്. പി ഓഫ് എ എത്രയാണ്? ശ്രദ്ധിച്ചോ, എത്രയാണ്? 0.3. അടുത്ത് നോക്കടാ, പി ഓഫ് ബി തന്നിട്ടുണ്ട് 0.4. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്, ഫൈൻഡ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. നമുക്കറിയാം 2 ഇവൻറ്റുകൾ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആണ് അല്ലേ? ഇനി പി ഓഫ് എ എത്രയാണെന്ന് തന്നിട്ടുണ്ട് അവർ? 0.3 ഇൻറ്റു പി ഓഫ് ബി എത്രയാണെന്ന് തന്നിട്ടുണ്ടാ? 0.4. അപ്പോൾ ആൻസർ എത്ര വരും ഇവിടെ? 0.4 × 0.3 ചെയ്ത് നോക്ക്, 0.12 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് കിട്ടി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടി. അടുത്ത രണ്ടാമത്തെ നോക്കടാ, പി ഓഫ് എ ബൈ ബി. നമ്മൾ കാണാതെ പഠിക്കാൻ പറഞ്ഞ ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് എ ഗിവൺ ബി അല്ലെങ്കിൽ എ ബൈ ബി. ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? രണ്ടും കൂടി ഇൻ്റർസെക്ഷൻ എടുത്ത് മുകളിൽ എഴുതുക, പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ബൈ താഴെ എന്താണോ വന്നിട്ടുള്ളത് അത് താഴെ എഴുതാമല്ലോ. അപ്പോൾ ആൻസർ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എത്രയാടാ? 0.12 ഡിവൈഡഡ് ബൈ താഴത്തെ എത്രയാണ്? പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാടാ? 0.4. ആൻസർ എത്ര കിട്ടും? 0.12നെ 0.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എത്ര കിട്ടൂടാ? 0.3. അതായത് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 0.3 തന്നെയാണ്. സിമ്പിൾ അല്ലേ? അടുത്തത് പി ഓഫ് എ യൂണിയൻ ബി. ശ്രദ്ധിച്ചോടാ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെയുണ്ട്? ഇൻ്റർസെക്ഷൻ അറിയാം, എ അറിയാം, ബി അറിയാം. എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കൂടാ? മറ്റേ ഇക്വേഷൻ എഴുതണം. എന്തായിരുന്നു ഇക്വേഷൻ? പി ഓഫ് എ യൂണിയൻ ബി ഈക്വൽ ടു എങ്ങനെയായിരുന്നു? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇതല്ലേ ഇക്വേഷൻ. ഇനി പി ഓഫ് എ യൂണിയൻ ബി നമുക്കറിയില്ല, അത് അതുപോലെ തന്നെ എഴുതി. പി ഓഫ് എ നമുക്കറിയാം, എത്രയാണ്? 0.3 എഴുതി. പ്ലസ് പി ഓഫ് ബി നമുക്കറിയാം 0.4 മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 0.12. രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എത്ര കിട്ടൂടാ? 0.3യും 0.4ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 0.7 മൈനസ് എന്ത് ചെയ്യണം? 0.12 ചെയ്യണം. ആൻസർ എത്ര കിട്ടും? 0.58 എന്ന് ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഇൻ്റർസെക്ഷൻ ഇൻഡിപെൻഡൻറ്റ് ഇവൻറ്റുകളുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. പിന്നെ ഏതാണ്? ഈ ബൈ ചെയ്യുന്ന ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ഇത്രേ ഉള്ളൂ ഗിവൺ ദാറ്റ് വരുന്ന ക്വസ്റ്റ്യൻ. ഈ മോഡലിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. വളരെ പെട്ടെന്ന് ചെയ്യാം. ദേ നോക്കൂ, ഇഫ് എ ആൻഡ് ബി ആർ 2 ഇവൻറ്റ്സ്, ഇൻഡിപെൻഡൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, 2 ഇവൻറ്റ്സ്. എന്നിട്ട് അവരൊരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്താണ്? പി ഓഫ് എ ഈക്വൽ ടു 1/2.
പിന്നെ എന്താണ് പി ഓഫ് ബി ഈക്വൽ ടു 7/12. അടുത്ത നോക്കിയടാ പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1/4. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഫൈൻഡ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമുക്ക് ഒന്നാമത്തെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനെ കോംപ്ലിമെന്റ് ഒക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ അത് ചെയ്യാനാണ് നമ്മളിത് ഈ ഡിമോർഗൻസ് ലോ ഓർത്തിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായിരുന്നു ഡിമോർഗൻസ് ലോ? ശ്രദ്ധിച്ചേ, 2 ഇക്വേഷൻ ഉണ്ട് ഡിമോർഗൻസ് ലോയിന്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഒരെണ്ണം. അടുത്ത എങ്ങനെയാണ്? ഇത് തന്നെ ഇന്റർസെക്ഷൻ ഇട്ട് വരുന്നത്. എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതറിയാവുന്ന കാര്യമാണ്. ഇനി ശ്രദ്ധിച്ചേ, അപ്പോ നമുക്കറിയാവുന്ന കാര്യം, നമുക്കിവിടെ തന്നിട്ടുള്ള ഇവന്റെ പേരെന്താണ്? പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് അല്ലേടാ ഇവിടെ തന്നിരിക്കുന്നത്. നോക്കി, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. അവനെ നമുക്ക് എങ്ങനെ വിളിക്കാം? ഇതേ നോക്കിയേ, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റിനെ എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്ക് പി ഓഫ് എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് അല്ലേ? ആണ്. അപ്പോ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1/4 ആണ്. കിട്ടിയല്ലോ. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം. ഇവിടെ നോക്കിയോടാ, പി ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നിൽ നിന്ന് പി ഓഫ് എ കോംപ്ലിമെന്റ് കുറച്ചാൽ മതി. അതുപോലെ പി ഓഫ് ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നിൽ നിന്ന് പി ഓഫ് ബി കോംപ്ലിമെന്റ് കുറച്ചാൽ മതി. നോക്കിയേ, പി ഓഫ് എ കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നിൽ നിന്ന് എ കോംപ്ലിമെന്റ് കുറയ്ക്കുക, ബി കണ്ടുപിടിക്കാൻ വേണ്ടി ഒന്നിൽ നിന്ന് ബി കോംപ്ലിമെന്റ് കുറയ്ക്കുക. അപ്പൊ നോക്കിയടാ, പി ഓഫ് എയും എഴുതി, പി ഓഫ് ബിയും എഴുതി. ഈ എയ്ക്കും ബിക്കും പകരം എന്ത് വന്നാലും ഇവിടെ നോക്കൂ, പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി വന്നാൽ അപ്പൊ എങ്ങനെ എഴുതും? 1 - പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം. നോക്ക്, ഇനി യൂണിയൻ വന്നാലും ഇങ്ങനെ തന്നെ, എ യൂണിയൻ ബി ഈക്വൽ ടു 1 - പി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ നോക്കടാ, നമുക്ക് കണ്ടുപിടിക്കാനുള്ള സാധനം പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 - പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതാം അല്ലേ? ഇത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് 1/4 ആണ്. അപ്പോ 1 - 1/4 എന്ന് എഴുതാം. ഇതെന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. അപ്പൊ ആൻസർ എങ്ങനെ വരും? ബൈ 1 ഇടുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 4 × 1 4 ആണ്, മൈനസ് 1 × 1 1 ആണ്, ബൈ 1 × 4 4 ആണ്. ആൻസർ എത്ര കിട്ടിയടാ? 3/4 എന്ന് കിട്ടി. കേട്ടല്ലോ? അപ്പൊ ആലോചിക്കേണ്ട കാര്യം, ഇതേടാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ, ഇന്റർസെക്ഷനും യൂണിയനും കോംപ്ലിമെന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവിടെ ആലോചിച്ചോളം ഡിമോർഗൻസ് ലോ എടുത്തായിരിക്കും ചെയ്യേണ്ടത് അവിടെ. കേട്ടല്ലോ? അപ്പോൾ സിമ്പിൾ പരിപാടി. ഇത് വെച്ചൊരു ചോദ്യം ഉണ്ടാവും ഈ ഡിമോർഗൻസ് ലോ അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി അടുത്തതിലേക്ക് നോക്കാം. അതായത് സിമ്പിൾ ചോദ്യം എന്താണ്? അടുത്ത എന്താന്ന് നോക്കിയേ, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ചെക്ക് വെദർ എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് ഇവന്റ്സ്. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. എയും ബിയും ഇൻഡിപെൻഡന്റ് ഇവന്റുകളാണെങ്കിൽ എന്ത് വരണം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് പി ഓഫ് എയും പി ഓഫ് ബിയും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ ഓരോന്ന് കണ്ടുപിടിക്കാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇപ്പൊ നമുക്ക് കിട്ടി. എത്രയാണ്? 3/4. നോക്ക്, അടുത്തത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നോക്കാം. ഇനി പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി നോക്കാം. പി ഓഫ് എ എത്രയാടാ? 1/2 ഇൻറ്റു പി ഓഫ് ബി എത്രയാടാ? 7/12. അപ്പൊ ആൻസർ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്, വെറുതെ ഇൻറ്റു ചെയ്താൽ മതി. 7 × 1 7 ആണ്, ബൈ 12 × 2 എത്രയാടാ? 24. അപ്പൊ ആൻസർ എത്ര വന്നു? 7/24. കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇങ്ങനെ തന്നെ എഴുതിയാൽ മതി, 7/24. ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പൊ എന്ത് എഴുതാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നോട്ട് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി.
therefore A and B are not independent. ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ. അപ്പൊ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ രണ്ടും ഈക്വൽ ആയിരിക്കണം. ഇവിടെ രണ്ടും എന്തല്ല, ഈക്വൽ അല്ല. therefore A and B are not independent. കേട്ടല്ലോ. ദേ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ കൂടി, എന്നിട്ട് അടുത്തയിലേക്ക് പോവാം. ദേ given two independent event ആണ് A and B. അതുകൊണ്ട് എന്തായിരിക്കണം, A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് A into B ആയിരിക്കണം. അത്രേ ഉള്ളൂ. P of A തന്നിട്ടുണ്ട്, P of B തന്നിട്ടുണ്ട്. ദേ രണ്ട് ചോദ്യങ്ങൾ, സിമ്പിൾ ചോദ്യങ്ങൾ, ഒറ്റയടിക്ക് ചെയ്യാം. ദേ നോക്കിയോ, ഒന്നാമത്തെ ചോദ്യം ഫൈൻഡ് P of A ഇന്റർസെക്ഷൻ B. അവിടെ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. A ഇന്റർസെക്ഷൻ B കണ്ടുപിടിക്കാൻ അപ്പോൾ എന്ത് ചെയ്താൽ മതി, P of Aയും P of Bയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. P of A എത്രയാണ്, 0.3 ഇൻറ്റു P of B എത്രയാടാ, 0.6. അപ്പോൾ ആൻസർ എത്ര കിട്ടുമടാ, 0.18 കിട്ടി. ഇത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ, യൂണിയൻ കണ്ടുപിടിക്കാൻ വേണ്ടി മറ്റേ ഇക്വേഷൻ എടുക്കണം, അതല്ലാതെ ഒരു രക്ഷയില്ല. P of A യൂണിയൻ B ഈക്വൽ ടു P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B. കേട്ടല്ലോ. അപ്പോൾ ആൻസർ എന്ത് വരും പറ, P of A എന്ന് പറഞ്ഞാൽ 0.3 പ്ലസ് P of B എന്ന് പറഞ്ഞാൽ 0.6 മൈനസ് P of A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞാൽ 0.18. ആൻസർ എത്ര വന്നു ശ്രദ്ധിച്ചോ, 0.3 പ്ലസ് 0.6 എന്ന് പറഞ്ഞാൽ 0.9 മൈനസ് 0.18. അപ്പോൾ ആൻസർ എത്രയാണ്, 0.72 എന്ന് ആൻസർ വരും. 72 തന്നെയല്ലേ, 9 പോകുമ്പോൾ 8 2 72 0.72 എന്ന് ആൻസർ വരും. ഇത്രയും സാധനങ്ങൾ ഈ ക്വസ്റ്റ്യനുകൾ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. ഇൻഡിപെൻഡൻ്റ് ഉള്ളത് ചോദിക്കാം, അല്ലെങ്കിൽ മറ്റേ ഗിവൺ വെച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, അത് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കുള്ളൂ. പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കുമെന്ന് പറയുന്നത് ബേസ് തിയറത്തിൻ്റെ ചോദ്യമായിരിക്കും. എന്താണ്, ബേസ് തിയറത്തിൻ്റെ ചോദ്യമായിരിക്കും. മറന്നു പോരുത്, ഉറപ്പായിട്ട് ബേസ് തിയറത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പായിട്ട്. അപ്പോൾ ബേസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ ആണോ എന്നെങ്ങനെ മനസ്സിലാക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. രണ്ട് കണ്ടീഷൻ ഉണ്ടാവും. രണ്ട് കണ്ടീഷൻ എന്താണ്, ഒരു കണ്ടീഷനും ഫസ്റ്റ് കണ്ടീഷനും ഉണ്ടാവും, സെക്കൻഡ് കണ്ടീഷനും ഉണ്ടാവും. ഇതിൽ ഈ സെക്കൻഡ് കണ്ടീഷൻ ഓൾറെഡി നടന്നിട്ടുണ്ടാവും. എന്നിട്ട് ഫസ്റ്റ് കണ്ടീഷൻ്റെ പ്രോബബിലിറ്റി ചോദിക്കും. ഇത്രേ ഉള്ളൂ. അപ്പോൾ രണ്ട് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, രണ്ടാമത്തെ കണ്ടീഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതാണ് ബേസ് തിയറം. ദേ എക്സാമ്പിൾ നോക്കിയേ, ബാഗ് 1 കണ്ടെയ്ൻസ് 3 റെഡ് ആൻഡ് 4 ബ്ലാക്ക് ബോൾസ്. ഞാൻ എഴുതുവാണ് ബാഗ് 1. ബാഗ് 1ൽ എന്തൊക്കെയാണ്ടാ, 3 റെഡ് 4 ബ്ലാക്ക്. കുഴപ്പമില്ലല്ലോ, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി എഴുതിയെന്ന് മാത്രം. ബാക്കി നമുക്ക് പതുക്കെ വായിക്കാം. ബാഗ് 2 കണ്ടെയ്ൻസ്, എന്താണ്, ബാഗ് 2 കണ്ടെയ്ൻസ്, ബാഗ് 2ൽ എന്തൊക്കെയാണ്ടാ, 5 റെഡ് 6 ബ്ലാക്ക്. 5 റെഡും 6 ബ്ലാക്കും. കറക്റ്റ് ആണല്ലോ. ഇനി അടുത്തത്, 1 ഓഫ് ദ ബാഗ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. ഇതിൽ ഏതോ ഒരു ബാഗ് എടുത്തു, എന്നിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, ആൻഡ് എ ബോൾ ഈസ് ഡ്രോൺ ഔട്ട് ഓഫ് ഇറ്റ്. എന്നിട്ട് അതിൻ്റെ അകത്തു നിന്ന് ഒരു ബോൾ എടുത്തു. ഇഫ് ദ ബോൾ ഡ്രോൺ ഈസ് ഫൗണ്ട് ടു ബി റെഡ്, ആ എടുത്ത ബോൾ റെഡായി. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ബാഗ് 2. നോക്കൂ, ക്വസ്റ്റ്യൻ വായിച്ചല്ലോ കൃത്യമായിട്ടും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ചോളണം. ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ടോയെന്ന് ആലോചിച്ചോളണം. രണ്ട് കണ്ടീഷൻ എന്താണ് നോക്കിയോ, നമ്മളോട് ആദ്യം പറഞ്ഞു എന്താണ്, 1 ഓഫ് ദ ബാഗ് ഈസ് സെലക്റ്റഡ് അറ്റ് റാൻഡം. ബാഗ് എടുക്കുന്നതാണ് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ബോൾ എടുത്തു, അതെന്തായി, റെഡായി. എന്താണ്, ബോൾ എടുത്തു, അത് റെഡായി. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അപ്പോൾ ബാഗ് എടുക്കുന്നതാണ് ഫസ്റ്റ് കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ ബോൾ എടുത്തു, റെഡായി. നോക്കിയേ, ഈ രണ്ടാമത്തെ കണ്ടീഷൻ ഓൾറെഡി നടന്നു പോയില്ലേ. ഇതേ നോക്ക്, ഇഫ് ദ ബോൾ ഡ്രോൺ ഈസ് ഫൗണ്ട് ടു ബി റെഡ്, അതുകൊണ്ടാണ് ഞാനത് വട്ടം വരച്ചിട്ടേക്കുന്നത്. കേട്ടല്ലോ, അത് നടന്നു പോയി. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് കണ്ടീഷനിൽ നിന്നാണുള്ള പ്രോബബിലിറ്റി. അതായത് നോക്കിയോ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ദ ബാഗ് 2. ഇങ്ങനെയാണ് നമ്മൾ ബേസ് തിയറത്തിൻ്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത്. കേട്ടല്ലോ, ഇവിടെ ചെയ്യാനിത് ഭയങ്കര എളുപ്പമാണ്. ഇത് ശ്രദ്ധിച്ചു നോക്കൂ, ബാഗ് 1ഉം ബാഗ് 2ഉം
ആദ്യം തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനെ പടം വരച്ചങ്ങോട്ട് എഴുതി വെച്ചോളൂ. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്ക് തന്നിട്ടുള്ള ഈ രണ്ട് ബാഗ് 1ഉം ബാഗ് 2ഉം ഇതിനനുസരിച്ച് നമ്മൾ കുറച്ച് ഇവൻറ്റുകൾ എഴുതണം. E1 എന്ന് പറയുന്ന ഇവൻ്റ് എഴുതണം, E2 എന്ന് പറയുന്ന ഇവൻ്റ് എഴുതണം. ശ്രദ്ധിച്ചോളണം. ഈ E1 E2 എഴുതാൻ കാര്യം ഐഡന്റിക്കൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഐഡന്റിക്കൽ ബോക്സസ്, ഐഡന്റിക്കൽ ബാഗുകൾ അല്ലെങ്കിൽ ഐഡന്റിക്കൽ സാധനങ്ങൾ എന്തൊക്കെയാണോ അതിനെയാണ് E1 E2 E3 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ബാഗ് 1ഉം ബാഗ് 2ഉം ആണ് ഐഡന്റിക്കൽ, രണ്ടും ബാഗുകളാണ്. 3 ഉണ്ടായിരുന്നെങ്കിൽ E1 E2 E3 എന്ന് എടുത്തണം. 5 ഉണ്ടായിരുന്നെങ്കിൽ E1 E2 E3 E4 E5 എന്ന് എടുത്തോളാം. അപ്പോൾ ഇവിടെ രണ്ട് ബാഗുകളാണുള്ളത്. അതുകൊണ്ട് E1 എന്നും E2 എന്നും നമ്മൾ ആദ്യത്തെ രണ്ട് ഇവൻറ്റുകൾ എടുത്തു. ആ ഇവൻറ്റുകൾ എഴുതുന്നത് ഇങ്ങനെയാണ്. എന്താണ്? ഗെറ്റിംഗ് ബാഗ് 1, അതാണ് E1. അപ്പോൾ E2 എന്തായിരിക്കും? ഗെറ്റിംഗ് ബാഗ് 2, അതാണ് E2. അപ്പോൾ ബാഗ് 3 ഉണ്ടായിരുന്നെങ്കിലോ E3 എന്നും പറഞ്ഞൊരു ഇവൻ്റ് എഴുതും, ഗെറ്റിംഗ് ബാഗ് 3. ഇപ്പോൾ ഇവിടെ ബോക്സ് 1ഉം ബോക്സ് 2ഉം ബോക്സ് 3ഉം ഉണ്ടായിരുന്നെങ്കിൽ E1 E2 E3 എന്നും പറഞ്ഞ് ബോക്സ് 1 ബോക്സ് 2 ബോക്സ് 3 എന്ന് എടുത്തേനെ. കേട്ടല്ലോ? അപ്പോൾ E1 E2 E3 എന്നും പറഞ്ഞ് നമ്മൾ ആ പാർട്ടീഷൻ ഐഡന്റിക്കലായിട്ട് വന്നിരിക്കുന്ന സാധനങ്ങൾ എടുത്തെഴുതണം. ഇനിയാണ് അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ്, എ എന്നും പറഞ്ഞ് ഒരു ഇവൻ്റ് എഴുതണം. നടന്നു കഴിഞ്ഞ ഇവൻറ്റിനെയാണ് നമ്മൾ ഈ എ എന്നും പറഞ്ഞ് എഴുതേണ്ടത്. ഇവിടെ നടന്നു കഴിഞ്ഞ ഇവൻ്റ് ഏതാണ്? അതേ വട്ടം വരച്ച് വെച്ചിരിക്കുന്നു. റെഡ് കിട്ടി. അപ്പോൾ എന്താണ്? ഗെറ്റിംഗ് എ റെഡ് ബോൾ, അതാണ് നടന്നു കഴിഞ്ഞ ഇവൻ്റ്. അപ്പോൾ നടന്നു കഴിഞ്ഞ ഇവൻ്റാണ് എ എന്ന് കൊടുക്കേണ്ടത്. ബാക്കി E1ഉം E2ഉം E3 എന്നും കൊടുക്കേണ്ടത് ഇവിടെ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒബ്ജക്റ്റ് അനുസരിച്ചാണ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചോളണം, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രോബബിലിറ്റികൾ എഴുതണം. ശ്രദ്ധിച്ചോളണം കേട്ടല്ലോ? അല്ലെങ്കിൽ ആദ്യം ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളണം. ആദ്യം നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ, ആൻസർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഴുതേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. പ്രോബബിലിറ്റി ഓഫ്, നോക്കിക്കോ, നടന്നു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോബബിലിറ്റി എഴുതുമ്പോഴേ P ഓഫ് A given B എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം ഈ താഴെ എഴുതിയിരിക്കുന്ന B ആണ് ഫസ്റ്റ് നടന്നത്. അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നോക്ക്, ഇഫ് ദ ബോൾ ഡ്രോൺ ഈസ് ഫൗണ്ട് ടു ബി റെഡ്, അത് ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോൾ ആ താഴെ എഴുതേണ്ടത് എ ആണ്. എ അല്ലേ ഗെറ്റിംഗ് എ റെഡ് ബോൾ? അപ്പോൾ താഴെ റെഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. മുകളിൽ നോക്കിക്കോ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ദ ബാഗ് 2. ബാഗ് 2 എന്താണ്? E2. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് നോക്കിയോ, ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് ദ ബോൾ ഡ്രോൺ ഈസ് ഫൗണ്ട് ടു ബി റെഡ്, അതുകൊണ്ട് നമ്മൾ താഴെ എ എന്ന് കൊടുത്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വാസ് ഫ്രം ദ ബാഗ് 2, സെക്കൻഡ് ബാഗിൽ നിന്ന് ആയിരിക്കണം, അതുകൊണ്ട് E2 എന്ന് മുകളിൽ കൊടുത്തു. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാടാ. ദേ ശ്രദ്ധിച്ചു, വളരെ സിമ്പിൾ. ഇവിടെ എന്താണോ വന്നിട്ടുള്ളത് അത് തിരിച്ചെഴുതുക. അതായത് P ഓഫ് A/E2 തിരിച്ചെഴുതി. കേട്ടല്ലോ? ഇനി ഇവിടെ താഴെ വന്നിട്ടുള്ള സാധനം എന്താണോ അത് ഇൻറ്റു ചെയ്യുക, E2. ഇത്രേ ഉള്ളൂ. നോക്കിക്കോ, P ഓഫ് E2 ഇൻറ്റു P ഓഫ് A/E2. കേട്ടല്ലോ? ഇനി E1ഉം E2 E3യും എത്രണ്ണം ഉണ്ടോ അതിനെല്ലാത്തിനും ഈ പ്രോപ്പർട്ടി അനുസരിച്ച് താഴെ പ്ലസ് ഇട്ട് എഴുതിക്കൊള്ളണം. ഇത് E2 ആണ്. ഇതുപോലെ E1 ഉള്ളത് കാരണം E1 എഴുതണം. P ഓഫ് E1 ഇൻറ്റു P ഓഫ് A/E1 പ്ലസ് അടുത്തത് E1 എഴുതി കഴിഞ്ഞു. ഇനി E2 ഉള്ളത് കാരണം E2 കൂടി. P ഓഫ് E2 ഇൻറ്റു P ഓഫ് A/E2. കേട്ടല്ലോ? അപ്പോൾ ഇക്വേഷൻ എഴുതേണ്ട മനസ്സിലായല്ലോ. ഇവിടെ വന്നിട്ടുള്ള സാധനം തിരിച്ചെഴുതുക, അത് ഇൻറ്റു E2 കൊടുക്കുക. താഴെ E1ഉം E2 E3 ഒക്കെ ഉള്ളത് കൊണ്ട് പ്ലസ് ഇട്ട് അങ്ങോട്ട് എഴുതിക്കോളുക. കേട്ടല്ലോ? ഇനി നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ സൈഡിലെടുത്ത് എഴുതാൻ പോവുകയാണ്. അത് വളരെ സിമ്പിളാണ്. നോക്ക്, ആദ്യം നമുക്ക് P ഓഫ് E1ഉം വേണം, P ഓഫ് E2ഉം വേണം. P ഓഫ് E1 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ബാഗുകളുണ്ട്, അതിൻ്റെ E1 എന്ന് പറയുന്ന ബാഗുകൾ എടുക്കണം. ടോട്ടൽ രണ്ട് ബാഗുകളുള്ളതുകൊണ്ട് താഴെ 2 എഴുതി. ഒരെണ്ണം എടുക്കുന്ന കാരണം 1/2. മൊത്തം രണ്ട് ബാഗുകളുണ്ട്, അതുകൊണ്ട് താഴെ 2 എഴുതി. E2 എടുക്കുന്നത് കാരണം, രണ്ടാമത്തെ ഒരെണ്ണം എടുക്കുന്ന കാരണം 1/2. കേട്ടല്ലോ? 3 ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിനും 1/3 എന്ന് വന്നേനെ. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള കാര്യം, നമുക്കൊരു A/E2 വേണം, A/E1 വേണം. ഇതേ ശ്രദ്ധിച്ചോ, ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത് P ഓഫ് A/E1 ആണ്. ഇവിടെ നോക്കിയടാ, ഈ ഞാൻ പറഞ്ഞു വരയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഓൾറെഡി നടന്നതാണ്. E1 എന്ന് പറഞ്ഞാൽ ബാഗ് 1 എടുത്തു. A എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് റെഡ് എടുക്കണം. ഇത്രേ ഉള്ളൂ. എന്താണ്? E1 എന്ന് പറഞ്ഞാൽ ബാഗ് 1 എടുത്തു.
എ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് റെഡ് എടുക്കണം. എടാ ഇതിൻ്റെ അകത്തുനിന്ന് റെഡ് എടുക്കാനുള്ള പ്രോബിലിറ്റി എങ്ങനെയാണ്? ടോട്ടൽ എത്ര ബോളുകൾ ഉണ്ടെന്ന് നോക്കണം. 3 4 7 ബോളുകൾ. റെഡാണ് വേണ്ടത്. അപ്പോൾ 3 മേളിൽ എഴുതി 3/7. ഇനി ഇതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് പി ഓഫ് A/E2 ആണ്. എന്ന് പറഞ്ഞാൽ E2 എന്ന് പറയുന്നത് വേഗം എടുത്തു, ഇതെടുത്തു, അതിൻ്റെ അകത്തുനിന്ന് റെഡ് വേണം. ടോട്ടൽ എത്ര ഉണ്ട്? 11 ബോൾസ് ഉണ്ട്. നമുക്ക് റെഡാണ് വേണ്ടത്, അതുകൊണ്ട് 5 മുകളിൽ എഴുതി. എത്ര ഉള്ളൂ? എടാ ഇനി ഇത് അവിടെ ഇട്ട് കൊടുത്തേച്ചാൽ മതി. അപ്പോൾ ആൻസർ എങ്ങനെ വരും? ദേ ശ്രദ്ധിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ്, വളരെ സിമ്പിൾ. നോക്ക്, പി ഓഫ് E2 ഇൻറ്റു E2 എത്രയാടാ? 1/2 ഇൻറ്റു പി ഓഫ് A/E2. പി ഓഫ് A/E2 എത്രയാണ്? 5/11 ഹോൾ ഡിവൈഡഡ് ബൈ, താഴത്ത് ഓരോന്ന് പ്ലസ് ഇട്ട് കൊടുക്കണം. പി ഓഫ് E1 എത്രയാടാ? 1/2 ഇൻറ്റു പി ഓഫ് A/E1 എത്രയാടാ? 3/7 പ്ലസ് പി ഓഫ് E2 എന്ന് പറയുന്നത് 1/2 ഇൻറ്റു ഇതെത്രയാണ്? 5/11. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുവാണ്. പി ഓഫ് E2/A ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമ്മളിത് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി, ഇക്വേഷൻ എഴുതേണ്ട എളുപ്പവഴി എങ്ങനെയാണെന്ന് പറഞ്ഞത് ഇതേ ശ്രദ്ധിച്ചോ. ഇത് തിരിച്ചെഴുതണം. പി ഓഫ് A/E2 എന്താണോ മേളിൽ താഴെ വന്നിട്ടുള്ളത് അതിവിടെ ഇൻറ്റു ചെയ്തോളണം. ഇത് തന്നെ E1നും E2നും അങ്ങോട്ട് എഴുതി പ്ലസ് ഇട്ടോളണം. പി ഓഫ് E1 ഇൻറ്റു പി ഓഫ് A/E1 ഇൻറ്റു അല്ല പ്ലസ് പി ഓഫ് E2 ഇൻറ്റു പി ഓഫ് A/E2. ഇത്രേ ഉള്ളൂ. ഇനി ആ ഓരോ വാല്യൂസ് അങ്ങോട്ട് ചെയ്താൽ മതി. അവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് മൊത്തം ചെയ്യുന്നു. 5/11 ഹോൾ ഡിവൈഡഡ് ബൈ എത്രയാടാ? 1/2 ഇൻറ്റു 3/7. 1/2 ഇൻറ്റു 3/7 പ്ലസ് 1/2 ഇൻറ്റു 5/11. എടാ ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്യണം. ഒന്നുമില്ല, ആദ്യം മൾട്ടിപ്ലിക്കേഷൻ. 5 ഇൻറ്റു 1 എത്രയാണ്? 5 ബൈ 11 ഇൻറ്റു 2 എത്രയാടാ? 22 ഹോൾ ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 എത്രയാടാ? 3 ബൈ 7 ഇൻറ്റു 2 എത്രയാടാ? 14 പ്ലസ് 5 ഇൻറ്റു 1 എത്രയാടാ? 5 ബൈ 11 ഇൻറ്റു 2 എത്രയാടാ? 22. ഇനി താഴെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ചെയ്യണം, വേറെ കാര്യങ്ങളൊന്നുമില്ല. 5/22 അതുപോലെ തന്നെ എഴുതി ഡിവൈഡഡ് ബൈ താഴെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുവാണ്. 22 ഇൻറ്റു 3 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 66 പ്ലസ് 14 ഇൻറ്റു 5 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16 വരൂല്ലേ? അല്ല 70 അല്ലേ? 5 20 70 ഹോൾ ഡിവൈഡഡ് ബൈ 22 ഇൻറ്റു 14 എത്രയാണ്? 22 ഇൻറ്റു 14 എത്രയാണ്? 8 308 അല്ലേ ആൻസർ? അപ്പോൾ 308. ഇത് നോക്കിയേ, 5/12 ഹോൾ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി? 136/308. ഇനി എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഇത് റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുക. 5/22 ഇൻറ്റു ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എത്ര വന്നു? 308/136. ഇത് രണ്ടും കട്ട് ചെയ്യാം അല്ലേ? ഇത് രണ്ടും കട്ട് ചെയ്യാം. എത്ര കിട്ടും? 22 ഇൻറ്റു നോക്കൂ, ഇവിടെ ചെയ്തതാണ്. 22 ഇൻറ്റു 14 ആണ് 308. അപ്പോൾ ഈ 22 1 ടൈം ഇവിടെ, 14 ടൈംസ് ഇവിടെ. അപ്പോൾ ആൻസർ മേളിൽ എങ്ങനെ വന്നു? 5 ഇൻറ്റു 14/136 എന്ന് കിട്ടി. ഇതിനെ വീണ്ടും 2 കൊണ്ട് കട്ട് ചെയ്യാം. 5 ഇൻറ്റു ഇത് 2 ടൈംസ് 14. ഇതിൻ്റെ ഹാഫ് എത്ര വരും? 130യുടെ ഹാഫ് 65 ആണ്, 68 എന്ന് വരും. ഇൻറ്റു ഡിവൈഡഡ് ബൈ 16. 7 ഇൻറ്റു 5 എത്രയാടാ? 35/68 എന്ന് ആൻസർ വരും. അപ്പോൾ ഇത്രയുമാണ് ബേസ് തിയറം ചെയ്യാനുള്ളത്, കേട്ടല്ലോ. അപ്പോൾ ബേസ് തിയറം ഉറപ്പായിട്ട് ചോദിക്കുന്നതാണ്. ഈ ഇക്വേഷൻ എഴുതാൻ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വേറെ ഒരു കാര്യങ്ങളില്ല. ബാക്കി എല്ലാം ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഒരേ രീതി. എളുപ്പമല്ലേ? ഭയങ്കര എളുപ്പം.